എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലത്തെ ഇൻഡെക്സുകളുടെ വീക്ക്ലി അനലൈസും അതുപോലെ ഡെയിലി അനലൈസും ഇൻട്രാഡേയിൽ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതും, അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, അതുപോലെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെയൊക്കെ ട്രേഡ് ആവാനുള്ള സാധ്യതയുണ്ട്, ഇന്ന് എങ്ങനെയായിരുന്നു ട്രേഡ് ആയത്, നാളെ നമുക്ക് ഒരു ഫാളാണോ ഇല്ല റിക്കവറി നടത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മൾ ഇന്ന് മാർക്കറ്റ് ഡൗൺ ആയത്, ഒരു ചെറിയൊരു ക്രാഷ് സംഭവിച്ചത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് പേരുടെ സ്റ്റോക്ക് പൊസിഷൻ ചെയ്തവരെല്ലാം ഷോർട്ട് ടേമും ലോങ് ടേമിലൊക്കെ എടുത്തിട്ടവർക്കൊക്കെ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന നമ്മുടെ വ്യൂവേഴ്സ് ചോദിക്കാറുണ്ട്, ഒരു ഷോർട്ട് ടേമിന് ഒരു സ്റ്റോക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറയാറുള്ളത്, മാർക്കറ്റ് ആൾ ടൈം ഹൈയിലാണ്. നിങ്ങളൊരിക്കലും ഈ സമയത്തിലെടുത്തരുത്. മാർക്കറ്റിന് ചെറിയൊരു ഡൗൺ വരും, ഒരു 5% 10% താഴെ വന്നതിന് ശേഷം നമുക്ക് പുതിയ എൻട്രി എടുത്ത് പോകാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നാണ് പറയാറ്. അതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു ഡൗൺ, ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണോ ഡൗൺ? അല്ല, എല്ലാ മാർക്കറ്റുകളും ഡൗൺ ആണ്. ഗ്ലോബലി ഇഷ്യൂസാണ് മെയിനായിട്ട്. അതിൻ്റെ 4 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, എക്കണോമിക് വറീസാണ്. US സാമ്പത്തിക ആശങ്കകളാണ്. ജൂലൈയിൽ പ്രതീക്ഷിച്ചതിലും ഒരു വളരെ കുറഞ്ഞ തൊഴിൽ റിപ്പോർട്ടിൻ്റെ ഇതിലാണ് വെള്ളിയാഴ്ച US മാർക്കറ്റ് ഫോളായത്. അതേപോലെ തന്നെ അമേരിക്കയുടെ മാന്ദ്യത്തെക്കുറിച്ചുള്ള ഒരു ആശങ്കകൾ. നാസ്ഡാക്ക് 2.43%, അതേപോലെ S&P 1.84%, അതേപോലെ തന്നെ ഡോ ജോൺസ് 1.51% ഡൗൺ ആയി. അതൊരു കാരണമാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിക്കും. അതേപോലെ രണ്ടാമത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് അക്രോസ് വെസ്റ്റ് ഏഷ്യയിൽ. പശ്ചിമേഷ്യയിൽ മൊത്തത്തിലൊരു ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കം നമ്മുടെ മാർക്കറ്റിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. പലസ്തീന് ഹമാസ് ഗ്രൂപ്പിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം, അതിനുശേഷം കുറച്ചൊരു പാനിക്ക് നമ്മുടെ മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും പ്രതിഫലിച്ചിട്ടുണ്ട്. മൂന്നാമത് പറയുന്നത് യെൻ വ്യാപാരത്തിൻ്റെ അയവാണ്. അൺവൈൻഡിങ് ഓഫ് ദി യെൻ ട്രേഡ്. ജപ്പാനീസ് മാർക്കറ്റിലാണ് അത് ഉണ്ടായത്, ഒരു റെഡ്. അതിനെ ഏറ്റവും, അതായത് ഹിസ്റ്ററി തന്നെ, ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ 2 ദിവസത്തെ ഫാളാണ് ജപ്പാൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ നിക്കിയിലുണ്ടായ 4% ഫാളും ജപ്പാനീസ് മാർക്കറ്റിനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതേപോലെ നാലാമത് US 10 വർഷത്തെ ട്രഷറി ഈൽഡ്, ബോണ്ട് ഈൽഡ് ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഫാളായിരിക്കുന്നത്. പലിശ നിരക്ക് നിലവിലെ നിലവാരത്തിൽ നിർത്തുന്നതിലൂടെ US ഫെഡറൽ റിസർവിന് ഈ ആഴ്ച ഒരു ഫാൾട്ട് സംഭവിച്ചതായിട്ട് ഒരു ചെറിയ ആശങ്കയുണ്ട്. ഈ ഒരു 4 റീസണാണ് സത്യത്തിൽ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെ തന്നെ ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോയത്. കൂട്ടത്തിൽ നമ്മുടെ മാർക്കറ്റും. നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണിത്. ഏകദേശം 650 പോയിൻറ്റിൻ്റെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞത് 24,600 താഴെ വരികയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുത്ത് പോകാമെന്നാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ 24,300 നമ്മൾ പറഞ്ഞതിലും വെച്ച് 300 പോയിൻ്റ് താഴെയാണെന്ന് ഓപ്പൺ ആയത്. സെക്കൻഡ് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഓപ്പൺ ആവുക എങ്കിൽ 24,200 താഴെ നമുക്ക് എടുത്തു പോകാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 24,200 താഴെ വന്നു. ഇപ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ, 1 അവർ ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഫാളിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ട്രേഡ് എടുത്ത് പോകാം. പക്ഷേ ആ ഒരു ദ്രുതഗതിയിൽ പെട്ടെന്ന് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ട്രേഡർമാർക്ക് എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും നമ്മുടെ അനലൈസ് പ്രകാരം 24,200 താഴെ വന്നു. അതിനുശേഷം മറ്റൊരു സപ്പോർട്ട് പറഞ്ഞിരുന്നത് 23,700 23,822 ലെവലായിരുന്നു. പക്ഷേ അതുവരെ എത്തിയിട്ടില്ല. അതിനു മുമ്പ് 23,900 സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോയി. ഇനി നാളെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം
ഇവിടെ നിന്നും ഇവിടെ ഓപ്പൺ ആവും നാളെ ഒരു ഡൗണിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ 23,800-ന് 23,800-നും 23,600-നും ഇടയിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മാർക്കറ്റ് നേരെ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് ഇലക്ഷന് മുമ്പുള്ള ഒരുപാട് കാലത്തെ യാത്രയാണ് ഈ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ബോട്ടം കൂടെ ഒന്ന് വരയ്ക്കുക. ഈ ഒരു ചാനൽ പാറ്റേണിൽ മാർക്കറ്റ് ഒരുപാട് ട്രാവൽ നടത്തിയിട്ടാണ് പിന്നീട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, പെട്ടെന്ന് വരച്ചു പോവാണ്. ഇവിടുന്നൊരു ബ്രേക്കൗട്ട് നടത്തി, പിന്നെ ഇവിടുന്നൊരു റീടെസ്റ്റ് നടത്തി, പിന്നീട് മാർക്കറ്റ് അങ്ങനെ പോയി, പിന്നെ വീണ്ടും ഇവിടെ റീടെസ്റ്റ് നടത്തി, പിന്നെ ഹൈയിലേക്ക് പോയി. ഇപ്പോൾ നോക്കൂ, മാർക്കറ്റ് ഹൈയിലെത്തി, വീണ്ടും ഇവിടെ ഒരു റീടെസ്റ്റ് നടത്തി, വീണ്ടും പോയി, ഇപ്പോൾ വീണ്ടും തിരിച്ച് താഴെ വന്നു. ഇപ്പോൾ നമ്മൾ 23,800-ന് താഴെയാണ് നാളെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ട്രെൻഡ് ലൈന്, അതായത് 23,600 ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനും താഴെ വീഴുകയാണെങ്കിൽ ഇതിൻ്റെ ബോട്ടം ട്രെൻഡ് അതുവരെ വരാനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആകുമ്പോൾ 22,600 വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത്, ഈ ട്രെൻഡിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയേക്കാം. കാരണം ഇപ്പോൾ വീണിരിക്കുന്നത് ഒരു ഗ്ലോബൽ, നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ രൂപത്തിൽ ടോട്ടലി ഒരു വേൾഡ് ഇഷ്യൂസാണ്. ഒന്നാമത്തത് യുദ്ധഭീതി, രണ്ടാമത്തത് സാമ്പത്തിക മാന്ദ്യം, മൂന്നാമത്തത് അമേരിക്കയുടെ ബോണ്ട് ഈൽഡിലെ പലിശ നിരക്കിലുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ, അതേപോലെ തൊഴിലില്ലായ്മ. ഈ കാരണങ്ങൾ കൊണ്ടാണ് പെട്ടെന്ന് ഒരു അഭ്യൂഹങ്ങൾ, ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടച്ചുവിടും. അതിൽ നിന്ന് ലാഭമെടുക്കാൻ വേണ്ടിയിട്ടാണത്. ഫേക്ക് ന്യൂസുകൾ, അതായത് ഞാനൊരു 2-3 ദിവസം മുന്നേലെ വീഡിയോയിലാണെന്ന് തോന്നുന്നുണ്ട്, മാർക്കറ്റ് വീഴുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ഹൈയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും മാർക്കറ്റ് താഴെ വരണം, അല്ലെങ്കിൽ ഒരു പുതിയ എൻട്രീസ് വരില്ല, പുതിയ ആളുകൾ മാർക്കറ്റിൽ കയറി വരില്ല, ആൾ ടൈം ഹൈയിലായതുകൊണ്ട്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരും. ആ താഴേക്ക് വരുന്നത് മുതലെടുത്തുകൊണ്ട് പലതരം ഫേക്ക് ന്യൂസുകളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതായിരിക്കാം ഇതൊക്കെ. പക്ഷേ മാർക്കറ്റ് വീണ്ടും അവിടെ നിന്നും റിക്കവർ ചെയ്താൽ, അതായത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്താൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകാം. അതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു സിങ് എടുത്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, സിങ് എടുത്തു, ഹൈ, ഇപ്പോൾ വീണ്ടും സിങ് എടുത്തു. ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോകാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് നാളെ ട്രേഡ് ചെയ്യാൻ അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും എവിടെ നിന്നാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. നിഫ്റ്റിയിൽ ഡൗണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, 23,800-ന് താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വരെ നിഫ്റ്റി ഹോൾഡ് ചെയ്യാം. അതിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 24,200-ന് താഴെ നമുക്ക് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം. അതിനും താഴെ 23,900-ന് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം. അതിനും താഴെ വരികയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ എടുക്കാം. അതേപോലെ തന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 24,180, 24,200 തന്നെ വെച്ചോളൂ. 200-ന് മുകളിൽ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോവാം. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 24,850 ഇതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്ത് റിസ്ക് റിവാർഡിൽ വേണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ. ഇതുവരെ എത്തുമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിരിക്കാൻ പാടില്ല. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശം ആ ഒരു രൂപത്തിൽ തന്നെയാണ്, നിഫ്റ്റിയുടെ സമാനമായ രീതിയിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രെൻഡ് ലൈൻ ചാനൽ പാറ്റേണിൻ്റെ ടോപ്പിനെ ക്രോസ് ചെയ്തു ഏകദേശം ഇതുവരെ 3/4 ഭാഗം വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ചെറുതായിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ വേൾഡ് ഇഷ്യൂസ് നാളെ വീണ്ടും നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിന് മുകളിലോ അല്ലെങ്കിൽ ഡൗണിലോ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ
നാളെ 49,700 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്തു വരാം. ഈ ബോട്ടം വരെ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അതായത് 49,000 വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. അതിനും താഴെ വീണാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്, 47,340. ഓക്കെ, അപ്പോൾ നാളെ ഇപ്പോൾ മാർക്കറ്റ് 50,050 ഉള്ളത്. 49 നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് 49,000 താഴെ വീണ്ടും വരികയാണെങ്കിൽ 49,700 താഴെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തു വരാം. അതുപോലെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 50,056 ഇപ്പോൾ ഉള്ളത് മാർക്കറ്റ്. 50,590 വരെ എന്തായാലും 50,590 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും മുകളിലേക്ക് എൻട്രി എടുത്ത് പോകണമെങ്കിൽ. അതിനു മുമ്പ് എടുക്കുന്നത് അത്ര സേഫ്റ്റി അല്ല. 590 ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. അത് ബ്രേക്ക് ചെയ്താൽ, അത് ക്രോസ് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. നെക്സ്റ്റ് പിന്നീടുള്ളത് നമുക്ക് 51,000 ആ റേഞ്ചിലാണുള്ളത്. ഈ ഒരു 51,600 ഇവിടെയാണ് പിന്നെ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ 50,590 മേലെ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകും. അതേസമയം 15 മിനിറ്റിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ സ്കാൽപ്പിംഗ് മോഡലിൽ ട്രേഡ് എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരത്തിൽ ട്രേഡ് ചെയ്യാം. ഏകദേശം സമാനമായ ബാങ്ക് നിഫ്റ്റിയുടെ രൂപത്തിൽ തന്നെയാണ് പോകാറുള്ളത്. വല്ലപ്പോഴും ചില ദിവസങ്ങളിൽ മാത്രമേ വ്യതിചലിച്ച് പോകാറുള്ളൂ. 22,600 താഴെ, അതായത് ഇന്നത്തെ ലോവിന് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഡൗൺ സൈഡ് നമുക്ക് എടുത്തു പോകുന്നു. റീടെസ്റ്റ് നടത്തിയതിന് ശേഷം ഡൗൺ സൈഡ് എടുത്തു പോകാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 22,000 ഈ ഒരു ഏരിയയിലാണ് ഉള്ളത്. 22,350 22,350 360 ലെവലിലാണ് പിന്നീട് സപ്പോർട്ടുള്ളത്. അപ്പോൾ 22,600 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരാം, എടുത്തു വരാം. അതേപോലെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 23,080 ഇന്നത്തെ ഹൈ ആയ 23,080 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. നെക്സ്റ്റ് റെസിസ്റ്റൻസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,470 നമുക്കതുവരെ ഹോൾഡ് ചെയ്യാം. പക്ഷേ അതുവരെ പോയിക്കൊള്ളണമെന്നില്ല. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. പരമാവധി നമ്മൾ എപ്പോഴും റിസ്ക് റിവാർഡ് 1:1 1:2 1:3 ഒക്കെ വെച്ചിട്ട് വാച്ച് ചെയ്യാം. പരമാവധി പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെൻഡ് ലൈന് ചാനൽ പാറ്റേണിൻ്റെ ബോട്ടം ബ്രേക്ക് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് എടുത്ത് പോകാമെന്ന് കഴിഞ്ഞ ബുധനാഴ്ചയിലെ വീഡിയോ ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ് നിഫ്റ്റി താഴേക്ക് വന്നു. നമുക്ക് നാളെ ഇതിൽ ഇന്നത്തെ ലോവിന് താഴെ വരികയാണെങ്കിൽ 12,200 താഴെ വരികയാണെങ്കിൽ അതിന് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് എടുത്ത് വരാം. ഏകദേശം ഇതുവരെ നമുക്ക് പ്രതീക്ഷിക്കാം 11,950 വരെ. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ലൈന് ബ്രേക്ക് ചെയ്യണം. 12,410 12,410 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് മുകളിലേക്കും മിഡ് ക്യാപ് നിഫ്റ്റിയിലെടുത്ത് പോകാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് നാളെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകൾ. കൂടുതൽ നോളേജിനും അതുപോലെ മാർക്കറ്റിനെ കുറിച്ച് അറിയാനും മറ്റുമൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മോട് ഏത് നിമിഷവും ചോദിക്കാവുന്നതാണ്. സമയ ലഭ്യതയ്ക്കനുസരിച്ച് പറഞ്ഞു തരും. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.